നമുക്കിവിടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ജനസംസ്കൃതിയുടെ സന്തുലിത സഹചാരിയായുള്ള ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ദേശാഭിമാനി എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ വി പരമേശ്വരൻ ഇവിടെ നൽകും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ആർ ദാസ് ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള ബാലസാഹിത്യകാരൻ. ബാലസാഹിത്യം മാത്രമല്ല, നോവലുകളും നാടകമായിട്ട് അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ എങ്ങനെ നാട്ടുപുഴയിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയും അതുപോലെ ശാസ്ത്ര ചർച്ചകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഡൽഹിയിൽ പലവണ്ണം വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും യഥാർത്ഥമായി ഈ ചില കാരണങ്ങളെ കൊണ്ട് സച്ചിദാനന്ദ മാഷ്ക്ക് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ കോഴിക്കോട് ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിരിക്കണം. പക്ഷേ ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരു വീഡിയോ സന്ദേശം അദ്ദേഹം അയച്ചിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാം. തൃശ്ശൂരിൽ ജനസംസ്കൃതിയുടെ, പ്രത്യേകിച്ചും ഡൽഹി വിട്ടുവന്ന ജനസംസ്കൃതിയുടെ ഈ കൂട്ടായ്മ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്നെനിക്കറിയാം. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കുട്ടികളുടെ പേരിലും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒക്കെ പേരിൽ നഗരങ്ങളിൽ നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കൽക്കട്ട, അതുപോലെ തന്നെ ചെമ്പൂര് ബോംബെയിൽ, അതുപോലെ തന്നെ ജനസംസ്കൃതിയുടെ പരിപാടികൾ. പക്ഷെ പിന്നീട് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു പ്രസിഡന്റ്. എന്തായാലും ഞാൻ ഏറ്റവും അധികം എൻ്റെ മനസ്സിനെ ജനസംസ്കൃതി പരിപാടികളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ജവഹർ ബാലഭവൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടും പലവട്ടം വരെ ഉണ്ടായി. പക്ഷെ ആദ്യം എന്നെ ഡൽഹിയിൽ ദാമോദരൻ പിടിച്ചു നിർത്തിയത്, ഞാൻ ഹിമാചൽ പ്രദേശിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് ഒരാഴ്ച ജനസംസ്കൃതി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാണ്. അതുകൂടാതെ തന്നെ സപ്തകാശ്മി, ആ പ്രിയ സഖാവിനെ നേരിൽ പരിചയപ്പെട്ടത് ജനസംസ്കൃതിയിലൂടെയാണ്. മെഷീൻ എന്ന നാടകം അവിടെ നിന്ന് എനിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യവും ലഭിക്കുകയുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തയും ജീവിതത്തിൽ കേൾക്കേണ്ടി വന്നത്. ഇപ്പോൾ ദാമോദരനൊക്കെ മടങ്ങി വരുമ്പോഴും നേരത്തെ ചില സ്കൂൾ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾ നാട്ടുകാരാണ്. പുഷ്പാങ്കതനാണെങ്കിൽ എന്നെ ഡൽഹിയിൽ പലപ്പോഴും താമസിപ്പിച്ചിട്ടുണ്ട്, മയൂർ വിഹാറിൽ. അങ്ങനെ ഒട്ടേറെ ആൾക്കാരുണ്ട്. കാലം പലപ്പോഴും നമ്മളെ മറവിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതും വളരെ ശരിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും സന്തോഷം ഈ യാത്രകൾ തന്നെ, ഡൽഹി ജനസംസ്കൃതി അടക്കമുള്ള യാത്രകൾ തന്നെ ലോകത്തിലെ കുട്ടികളെ കണ്ടു പഠിക്കാൻ ഉള്ളൊരു പ്രേരണ നൽകുകയുണ്ടായി. ഒരു 10-12 രാജ്യങ്ങൾ ആഫ്രിക്ക തൊട്ട് തുടങ്ങിയിട്ടാണ്, ഉഗാണ്ട തൊട്ട് തുടങ്ങി ഓസ്ട്രേലിയയിൽ ആ യാത്രകൾ വന്നിട്ട് നിൽക്കുക. അതിൽ നിന്ന് കിട്ടിയ അറിവ്, കുട്ടികളിൽ നിന്ന് ലഭിച്ച അറിവ് വളരെ അത്ഭുതകരമാണ്. ഇതും ഒരു പുതിയ അറിവാണ്. ജനസംസ്കൃതി
തൃശ്ശൂരിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ഒത്തുചേരുകയാണ്. ആ ഒത്തുചേരൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ അത്ഭുതമാണ്. ഈ ഒത്തുചേരൽ കേവലം ഡൽഹിയിലെ ആൾക്കാർ മാത്രമായി പോരാ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ, എവിടെ ചെന്നാലും മലയാളികളുണ്ടല്ലോ, അവിടുത്തെ സംസ്ഥാനങ്ങളിലെ കൂട്ടായ്മകൾ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ ജനസംസ്കൃതി നേതൃത്വം വഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തൊക്കെയായാലും തൃശ്ശൂരിൽ നിങ്ങളെത്തുമ്പോൾ, നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ, തൃശ്ശൂർ ഇപ്പോൾ വളരെ സമ്പന്നമായിരിക്കുകയാണ്. കലോത്സവം 64ാം കലോത്സവത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമായെങ്കിലും അതിൽ ആതിഥ്യമരുളിയപ്പോൾ അത് വലിയ പ്രാധാന്യമായി. അത് കഴിഞ്ഞത് ടെക്നിക്കൽ കലോത്സവം ഇവിടെ വന്നു. ഇന്ന് മറ്റൊന്നുകൂടി ആരംഭിക്കുന്നു. ഇറ്റ്ഫോക്ക് സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് ഇന്ന് ആരംഭിക്കുക. നാടകരംഗത്ത് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന തൃശ്ശൂരിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്നും നിങ്ങളോട് പറയാൻ കഴിയും. നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, പുറമേ നിന്ന് വന്നവരോട്, അതായിട്ടില്ല, താമസിയാതെ നിങ്ങൾക്ക് സുവോളജിക്കൽ പാർക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ പാർക്ക്, അതിൻ്റെ ആരംഭത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ വെറ്ററിനറി സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥനായ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം നോവലായി എഴുതിയത് ഞാനാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മെറ്റീരിയലൈസ് ചെയ്തപ്പോൾ നമ്മുടെ മന്ത്രി രാജൻ ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ടാണ് എഴുത്തുകാരൻ്റെ സ്വപ്നങ്ങളിൽ നേരത്തെ യാഥാർത്ഥ്യമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാം, മുകുന്ദനും സച്ചിദാനന്ദനും ഒക്കെ, പ്രത്യേകിച്ച് മുകുന്ദനൊക്കെ തന്നെ ഡൽഹിയിലെ വാസത്തിനിടയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ജന്മനാട് വിട്ട് ഡൽഹിയിൽ പോയാലും അവിടെയും കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും, കേവലം മലയാളി കൂട്ടായ്മയല്ല എന്ന് എനിക്കറിയാം, കേവലം മലയാളി കൂട്ടായ്മയല്ല, മറ്റു ഭാഷ സംസാരിക്കുന്നവരും ജനസംസ്കൃതിയോടൊപ്പം വന്നിട്ടുണ്ട്, മാതൃകയാക്കി കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിനിടയിൽ ഞങ്ങൾക്കൊക്കെ നോവലുകളും കഥകളൊക്കെ എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള അനുഭവങ്ങളുടെ വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളോട് ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹം, സന്തോഷം. ഞാൻ കുട്ടികളോട് പാടാറുള്ള പോലെ തന്നെ, ഒത്തുപിടിച്ചോളി, ഒന്നായി നിന്നോളി, ഒത്തിരി 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 കാര്യം കേട്ടു നടന്നോളി, കണ്ടു നടന്നോളി. തൃശ്ശൂർ നഗരത്തിലെത്തിയ നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മൾ ഒന്നാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി. നന്ദി ദാമോദരൻ, നല്ല വാക്കുകൾക്കും. ആയിടം എന്ന് പറയുന്ന നമ്മുടെ പുതിയ മാധ്യമ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നു. അത് വെറും യൂട്യൂബ് ചാനലല്ല, 3 ഭാഷകളിൽ ഒരുപാട് ലേഖനങ്ങൾ, വിശകലനങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ 3 ഭാഷകളിൽ ചെയ്യുന്ന ഒരു ഗൗരവമുള്ള ഒരു മൾട്ടി ലിംഗ്വൽ പോർട്ടലാണ്. അതിനെപ്പറ്റി നമുക്ക് വേറെ വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. അധ്യക്ഷൻ എന്ന നിലയിൽ ദാമോദരൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. പരമേശ്വരൻ, ലാസിനി, സിയാർദാസ് സാർ. സംസ്കൃതിയുമായുള്ള ബന്ധം ഡൽഹിയിൽ ആദ്യമെത്തിയ ദിവസം മുതൽ, അല്ലെങ്കിൽ ആദ്യമെത്തിയ ആഴ്ച മുതൽ തന്നെ തുടങ്ങിയതാണ്. 1985 ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അന്ന് തുടങ്ങിയിട്ട് ഡൽഹി ഭാഷം ഇപ്പോഴും ഏറെക്കുറെ അത്ര ശക്തമായി തുടരുന്നുണ്ട്. ഡൽഹിയിലെത്തിയ ദിവസം ആദ്യം പരിചയപ്പെട്ട ആളാണ് T.K. ഹാൻസൺ. ഹാൻസൺ ദേശാമാരുടെ തൊട്ടടുത്ത മുറിയിൽ DYFIയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹാൻസൺ എന്ന സംസ്കൃതിയെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ജനസംസ്കൃതിയുടെ പ്രവർത്തനം എന്നുള്ള കാര്യം കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് CP രാമചന്ദ്രനായിരുന്നു
84-85 കാലത്ത് ജനസംസ്കൃതിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ, പിന്നെ വളരെ നിർണായകമായ തരത്തിൽ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം 84-85 മുതൽ ഞാൻ അവിടെ വന്നത് മുതൽ ഏതാണ്ട് 2000 വരെയുള്ള സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനസംസ്കൃതി അടിസ്ഥാനപരമായി ഡൽഹിയിലെ പുരോഗമന പക്ഷത്തുള്ള മലയാളികളുടെ സംഘടനയായിരുന്നു. പക്ഷേ അത് നടത്തിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് അത് റീജിയണലോ പരോക്കിയലോ ആയിരുന്നില്ല. അത് നടത്തിയിരുന്ന ഇൻ്റർവെൻഷൻസ് ദേശീയ സാർവദേശീയ മാനങ്ങളുള്ളതായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡൽഹിയിലെ ജനസംസ്കൃതിയുടെ ഒരു യാത്ര അതിൻ്റെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിനെ ഒരു ചരിത്രപരമായി അടയാളപ്പെടുത്തേണ്ട ഒരു പുസ്തകത്തിൻ്റെ ആവശ്യം സത്യത്തിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ 80-ലാണ് തുടങ്ങിയത് തോന്നുന്നു അല്ലേ? പക്ഷേ ഞാൻ 85 മുതലാണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ആ സമയം മുതൽ 85 മുതലുള്ള ഓരോ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പല ഘട്ടങ്ങളിൽ സാർവദേശീയ സ്ഥിതിഗതികൾ മാറി മറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള വളരെ നിർണായകമായ ഇടപെടലുകൾ. CP രാമചന്ദ്രന് ശേഷം പിന്നീട് അധ്യക്ഷനായത് സുബ്രഹ്മണ്യം പൂജയായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്റ്റാമ്പ് ജനസാംസ്കൃതിക പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് വെച്ചാൽ ആ സമയത്താണ് ഈ ബോഫോഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ പലതരത്തിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലല്ല, പക്ഷേ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള വാർത്താധ്വംസനം, അടിച്ചമർത്തൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്ന അത്രയും രൂക്ഷമായ രീതിയിലില്ല, പക്ഷെ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടി ജനസംസ്കൃതിയും നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ലിബർട്ടീസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനെ ആ രീതിയിൽ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമാക്കി മാറ്റിയെത്തി. പിന്നീട് ആണ് നമ്മൾ കെ എൻ പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിലേക്ക് മാറുന്നത്. ആ സമയമാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അതിതീവ്ര വലതുപക്ഷ ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് നടക്കുകയും അയോധ്യയിലെ ബാബരി മസ്ജിദിൻ്റെ തകർച്ച സംഭവിക്കുന്നു, അയോധ്യയിലെ മൂവ്മെന്റ് നടക്കുന്നു, ഇറാഖിൽ ആദ്യ ഇറാഖ് യുദ്ധം നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഇറാഖിൽ നിന്നും കുവൈറ്റിൽ നിന്നുള്ള ഒന്നാം ഇറാഖ് യുദ്ധത്തിൻ്റെ സമയത്ത് ഉള്ള ഇവാക്യുവേഷനിൽ പോലും വളരെ സജീവ പങ്കാളിത്തം വഹിച്ച ഒരു സംഘടനയായിരുന്നു ജനസംസ്കൃതി. ചെറിയ കാര്യമല്ല. അന്ന് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, ഇത്തരത്തിലുള്ള മൊബൈൽ കണക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും ഈ സംഘടനയുടെ കൂട്ടായ്മയുടെയും നെറ്റ്വർക്കിൻ്റെയും മാത്രം ശക്തിയിൽ ഇവാക്യുവേഷന് വളരെ ഗൗരവമായിട്ടുള്ള സഹായം നൽകാൻ പറ്റും. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തലസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയിരുന്ന ഈ വലതുപക്ഷ മുന്നേറ്റത്തിൻ്റെ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്രകൾ നടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ, അത് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഡൽഹിയിലെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരുപക്ഷെ മുഖമുദ്ര എന്ന് പറയുന്നത് ജനസംസ്കൃതി ആയിരുന്നു. പാർട്ടിക്ക് ആ രീതിയിൽ ഒരു നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കൊന്നും വലിയ രീതിയിൽ ഇടപെടാനൊന്നും പറ്റില്ല. പക്ഷേ പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ പോറ്റീസ് സാറിൻ്റെ കാലത്തൊക്കെ ഞാനത് വളരെ കൃത്യമായിട്ടുള്ളത് ആ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പിന്നീട് നമ്മൾ 2000-ലേക്ക് കടക്കുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലം വന്നു. അങ്ങനെയാണ് 2005 ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഗൗരവമായിട്ടുള്ള പ്രത്യക്ഷ രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം സാമൂഹിക ജീവിതത്തിൻ്റെ തലത്തിലുള്ള ഇടപെടലുകളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ അഭിപ്രായം പറയുകയുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് അതെല്ലാം ഏറെയും കുറഞ്ഞുമുള്ള രീതിയിൽ ജനസംസ്കൃതി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അത്തരത്തിലുള്ള ഇടപെടലിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഹൈറ്റാണ് ജനസംസ്കൃതി വർഷം തോറും നടത്തുന്ന സർഗോത്സവം. ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ യുവജനോത്സവത്തെ പറ്റി പറയുന്ന പോലെ
കേരളത്തിലെ യുവജനോത്സവത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ കലോത്സവം എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ മറുനാടൻ മലയാളികളുടെ കേരളത്തിന് പുറത്തുള്ള ഏതൊരു സംഘടനയും നടത്തുന്ന ഇത്രയും വിപുലമായ പ്രാതിനിധ്യമുള്ള, ഇത്രയും ജൈവികമായിട്ടുള്ള, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കലോത്സവം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഈ മൊത്തം ജനസാംസ്കൃതിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുകയും പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സംഭവിക്കാറുള്ള വരട്ടു തത്വവാദപരമായ പ്രവണതകളെ വളരെ ബോധപൂർവം ഇല്ലാതാക്കുകയും ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിജീവി സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള സാമൂഹിക ജീവിതത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന ആൾക്കാരെ ഇടതുപക്ഷത്തിന്റെ ധാരയിലേക്ക് നിർത്താനും അതോടൊപ്പം ഒരു വിശാലമായ മുന്നണി, സാംസ്കാരികമായ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു സംഘടനയാണ് ഡൽഹിയിൽ ജനസാംസ്കൃതി എന്ന് ഞാൻ പറഞ്ഞു. ഈ ചരിത്രത്തെ പറ്റിയുള്ള നമ്മളുടെ ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുമ്പോൾ അതാണ് നമുക്ക് അടിസ്ഥാനപരമായി പറയാൻ പറ്റുന്ന കാര്യം. ഇപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നത് ഈ ജനസാംസ്കൃതിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഏതാണ്ട് എല്ലാ ദിവസവും നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗം, അവരുടെയൊക്കെ ജീവിതത്തിൽ വേറെ പണിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മണിക്കൂറുകൾ ചിലവഴിച്ചിരുന്നത് ജനസാംസ്കൃതിക പ്രവർത്തനമാണ്. ഇവിടെ തൃശ്ശൂർ നിൽക്കുമ്പോൾ ശങ്കർജിയെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. ശങ്കർജിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകൾ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് ഒരുപക്ഷെ ഈ കേരളത്തിലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തലത്തിൽ അതിൽ നിൽക്കുന്ന സമയത്ത് വേണ്ടത്ര ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലായ്മ തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു തിരിച്ചുവരവ് ജനസാംസ്കൃതി കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെൻ്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു തിരിച്ചുവരവ് വളരെ സ്വാഗതാർഹമാണ്. ഡൽഹിയിൽ എന്താണോ ജനസാംസ്കൃതിക്ക് ചെയ്യാൻ പറ്റുന്നത്, ജനസാംസ്കൃതി സത്യത്തിൽ ഒരു പാലമായി, ഒരു സാംസ്കാരിക പാലമായി, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളുടെ ഒരു പാലമായി. ഭീകരമായ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് ഡൽഹിയിലെ മറ്റ് ഹിന്ദി ഭാഷകളിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, ഉത്തരേന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അതിനൊരു മാതൃകയാക്കി കാണിക്കുകയും ഈ നമ്മുടെ വിശാലമായ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകളും ഈ മറ്റ് ഭാഷകളിലുള്ള ഉത്തരേന്ത്യയിലുള്ള സാംസ്കാരിക സംഘടനകളുമായുള്ള കൂട്ടായ്മ, ശബ്ദരാഷ്ട്രീയം പോലുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം, ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ ജനസാംസ്കൃതിക്ക് അവിടെ കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സമകാലികമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കാലാവസ്ഥയിൽ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ വിശാലമായ മുന്നണികൾ ഉണ്ടാക്കുന്ന, സാംസ്കാരിക മുന്നണികൾ ഉണ്ടാക്കുന്ന ഒരു ഇടപെടലിൻ്റെ ആവശ്യമുണ്ട്. അതിന് സംഘടനാപരമായിട്ട് എനിക്ക് വലിയ സഹായമൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ഒരാൾ മുഴുവൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് താരിഫ് ടെററിസമാണ്. എന്നെ സ്വാതന്ത്ര്യം ഇവിടെ പോയി, സ്വാതന്ത്ര്യം ഇവിടെ പോയി. ഇപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്നും ഇപ്പോൾ ആർക്കും ചർച്ചയില്ല. പിന്നെ ട്രംപ് പറയാണ് കാനഡ എന്റേതാണ്, ഗ്രീൻലാൻഡ് എന്റേതാണ്, പനാമ കനാല് എന്റേതാണ്, ഞാൻ പിടിക്കും. ആരാ ചോദിക്കാൻ? ലിബറൽ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസം നശിപ്പിച്ചതിന് ശേഷം വന്ന ഈ ഒരു ഫിലോസഫി, ആ ഫിലോസഫിയുടെ ആൾക്കാർ ഇപ്പം പറയുന്നത് എല്ലാം ഞാൻ നിശ്ചയിക്കുന്നത്. കാരണം അമേരിക്ക, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമേരിക്ക എന്ന് പറയുന്നത് വലിയ കടത്തിൽ വിടുന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അതിലൊന്നും തർക്കമില്ല. $30 ട്രില്യൺ എക്കോണമിയാണ് അമേരിക്ക. ചൈന $20 ട്രില്യൺ എക്കോണമിയാണ്. ഇന്ത്യ $4 ട്രില്യൺ എക്കോണമിയാണ്. നമ്മൾ 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലായിരിക്കും. അത്രമാത്രം വ്യത്യാസമാണ്, അന്തരമുണ്ട്.
ആ $30 ട്രില്യൺ എക്കോണമി ആയിട്ടുള്ള അമേരിക്ക $38 ട്രില്യൺ കടത്തിലാണ്. ആ കടം എങ്ങനെ വീടും? കടം വീടെങ്കിൽ ബ്രിട്ടന്റെ മാതിരി പഴയ കോളനിയൊന്നും അമേരിക്കയ്ക്കില്ല. അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് താരിഫ്, ഹയർ താരിഫ്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, സ്വന്തം ഓയിൽ വിൽക്കാൻ തുടങ്ങി അമേരിക്ക. കാരണം വരും കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അമേരിക്കൻ ഓയിൽ മുഴുവൻ. കാരണം മധ്യപ്രദേശ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം സ്വന്തം തുറന്നാൽ മതി എന്നാണ് അമേരിക്ക ധരിച്ചിരുന്നത്. പക്ഷേ ഈ വലിയ കടം, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അമേരിക്ക സ്വന്തം ഓയിൽ വിൽക്കാൻ തുടങ്ങി. സ്വന്തം ഓയിൽ വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്രായേലിൽ വാങ്ങരുത്, വെനിസ്വേലയിൽ വാങ്ങരുത്. എവിടുന്ന് വാങ്ങണം? ഞങ്ങളിന്ന് വാങ്ങണം, അമേരിക്കയിൽ നിന്ന് വാങ്ങണം. മൂന്നാമത്തെ കാര്യമാണ് ഈ കോളനിവൽക്കരണം. ഗ്രനഡ ഞാൻ പിടിക്കാൻ പോകുന്നു, പനാമ പിടിക്കുന്നു, ഞാൻ കാനഡ പിടിക്കും. പുതിയ കോളനി ഉണ്ടാക്കാം. പഴയ ബ്രിട്ടന്റെ മാതിരി ഇന്ത്യയെ കോളനിയാക്കി ഭരിച്ചതുപോലെ നമ്മുടെ ട്രെയിൻ തിയറി, ദാതാവായി നമ്മൾ ട്രെയിൻ തിയറി ഊറ്റുക. ഈ രീതിയിലാണ് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് ഈ രീതിയിലുള്ള സംഘടനകൾ, സംസാരങ്ങൾ വളരെ സജീവമാക്കേണ്ട കാലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പൊതു ഇടങ്ങൾ ഇപ്പം കുറഞ്ഞു വരിക. നായർക്ക് സംവദിക്കാനുള്ള ഇടങ്ങൾ, നമ്പ്യാർക്ക് സംവദിക്കാനുള്ള ഇടങ്ങൾ, ഈഴവന് സംവദിക്കാനുള്ള ഇടങ്ങൾ, ഹിന്ദുക്കൾക്ക് മാത്രം സംവദിക്കാനുള്ള ഇടങ്ങൾ, അങ്ങനെയാണ് ഇപ്പോൾ ഇടങ്ങൾ വരുന്നത്. പൊതു ഇടങ്ങൾ, എല്ലാവർക്കും യോജിച്ച് നിൽക്കാൻ പറ്റുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നിർബന്ധമായിട്ട് ജാതി നോക്കാതെ, മതം നോക്കാതെ, സമ്പന്നനാണോ ദരിദ്രനാണോ എന്ന് നോക്കാതെ എല്ലാവർക്കും ഇരിക്കാവുന്ന ഇടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ ഇടങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കഴിയും? ഇത്തരമുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം കൂട്ടായ്മകളിലാണ് ആ ചിന്തകളൊന്നുമില്ലാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, അധ്വാനിക്കുന്ന മനുഷ്യരാണ് എന്ന ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങൾ, ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകാൻ ജനസംഖ്യയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം? എനിക്ക് നിങ്ങൾ കേരളത്തിൽ വന്നതെന്ന നിലയ്ക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു. അറിയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അല്പം പൊളിറ്റിക്കലാണ്, അതുകൊണ്ട് മുഴുവൻ ഞാൻ പറയുന്നത് നിങ്ങളെ വഴി യോജിച്ച് പോടുന്നില്ല. അത് നമ്മോട് അറിയാവുന്ന കാര്യം. എനിക്ക് പറയാനുള്ള സംഗതി ഇതാണ്. ഒരു 2-3 പോയിന്റ് എനിക്ക് തോന്നിയത്. ഒന്ന്, നിങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യം. ഒന്ന്, ഇപ്പോൾ ഒരുപാട് ചാനലുകളുടെ കാലമാണ്. നിങ്ങൾക്കും അത്ലീറ്റിന് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന ചില ചാനലുകളുടെ അവൈലബിൾ ആണ് കേരളത്തിൽ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട മീഡിയ കൈരളി ചാനൽ പോലുള്ള ചാനലാണ്. ഒരു പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, വളരെ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക. ആ സബ്ജക്റ്റ് എടുക്കുമ്പോൾ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ചാനൽ ചർച്ചകളിലൊക്കെ പൊളിറ്റിക്സ് ആണ്, ലോക്കൽ പൊളിറ്റിക്സ്, ഇലക്ഷൻ പൊളിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. അതിനേക്കാൾ അല്പം കൂടി പടി ഉയർന്ന് ഇനി നമ്മൾ കുറച്ചുകൂടി AI കാലഘട്ടം വരാണ്, കൂടുതൽ ടെക്നോളജിക്കൽ ചാലഞ്ചായിട്ട് കാലഘട്ടം വരാണ്. നമ്മുടെ പുതിയ ജനറേഷന് ഒരുപാട് പുതിയ ചാലഞ്ചുകളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഓഫ്കോഴ്സ് വർഗീയതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് കൂടാതെ. അതുകൊണ്ട് അതിന് യോജിച്ച തരത്തിലുള്ള ചില ടോപ്പിക്സ് എടുത്ത് അടുത്ത ജനറേഷനിൽ വരുന്ന ചാലഞ്ചസ് എന്താ ഒരു ടോപ്പിക്, നിങ്ങൾക്ക് അതിനെപ്പറ്റി ചില സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഞാൻ ഡൽഹിയിലുള്ള പരിപാടികൾക്ക് ഇവിടെ നിന്ന് നല്ല കാര്യമായ സപ്പോർട്ട്. കാരണം പങ്കെടുത്ത് ഒരുപാട് ആ പരിചയമുള്ള, അല്ലെങ്കിൽ പരിപാടികൾ അവതരിപ്പിച്ചും നേതൃത്വം നൽകിയും പരിചയമുള്ള എല്ലാ ആളുകളും, ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഈ നേതൃത്വം ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അവിടെ ഇപ്പോൾ ഉള്ള 2 വർഷത്തിന് ശേഷം വരും എന്ന് പറഞ്ഞാലും ഇപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു വിഷമമുണ്ടായിരുന്നു. എന്തായാലും റിട്ടയർമെന്റോട് കൂടി ആദ്യത്തെ മരണം എന്തായിരുന്നു. അപ്പൊ ഇപ്പൊ വിചാരിക്കുകയാണ് റിട്ടയർമെന്റോട് കൂടി ആദ്യത്തെ മരണം, പക്ഷേ വീണ്ടും കേരളത്തിൽ വന്ന് നന്നായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി വീണ്ടും ജനിക്കാം എന്ന ഒരു ആ ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു.
സന്തോഷം. ഞാൻ അവിടെ എത്തിയ ഉടനെ വീട്ടിൽ ഞാൻ അമ്മാരുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ ജോലിക്ക് പോകും. ഞാനവിടെ കുറച്ച് നേരം തനിച്ചായിരുന്നു. ശിവരാമനെ ജ്യോതിഷിയെ കാണാനിടയായി. പുള്ളി പരിശോധിച്ചുകൊണ്ട് വരുമ്പോഴും 2 മാസമുള്ള ബാക്ക് സൈഡാണ്. അപ്പോൾ കണ്ടും സംസാരിച്ചു. അതുപോലെ പുരോഗമന പ്രസ്ഥാനമായിട്ട് വളരെ ചെറിയ കാലത്ത് ഒരു പ്രവർത്തന പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ശിവരാമ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് എടുത്തു. പുസ്തകം നീ തുറക്കെ, അതിലൊന്നു നീ എന്റെ പേരു കാണും, അതിലെന്റെ ജീവന്റെ നീരു കാണും. ഒരു നാളും നോക്കാതെ മാറ്റിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കെ, അതിലൊന്നു നീ എന്റെ പേരു കാണും, അതിലെന്റെ ജീവന്റെ നീരു കാണും. கடவுள் பாதி, மிருகம் பாதி, கலந்து செய்த கலவைதான். கடவுள் பாதி, மிருகம் பாதி, கலந்து செய்த கலவைதான். உள்ள கடவுள், வெளியே மிருகம், கலந்து செய்த கலவைதான். ദീർഘകാലം ഡൽഹിയിലുണ്ടായിരുന്ന ജനസംസ്കൃതിയിൽ പ്രവർത്തിച്ചിരുന്നവരുടെ അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങി വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് പല സമയങ്ങളിലായി ജനസംസ്കൃതിയുടെ പല വേദികളിലും അല്ലെങ്കിൽ ജനസംസ്കൃതിയുടെ പല തലത്തിലും പ്രവർത്തിച്ചിരുന്നവർ കേരളത്തിലെത്തിയപ്പോൾ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മകൾ ഇവിടെ രൂപീകരിക്കണമെന്നും ഇത് വെറും കേരളത്തിൻ്റെ മണ്ണിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് ചെയ്യാൻ കഴിയും. കാരണം ഡൽഹിയിലുണ്ടായിരുന്ന ആ ഒരു അന്തരീക്ഷമല്ല കേരളത്തിൽ. പക്ഷേ ഡൽഹിയിലുള്ള നമ്മുടെ അനുഭവവും എല്ലാം നമുക്ക് കൂടുതൽ ഇത് ഇവിടെ പകർത്താൻ കഴിയും. മാത്രമല്ല നമുക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടി അർത്ഥവത്താക്കാൻ കഴിയുമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സംഘടനാ രൂപമുണ്ടാക്കുവാനും മാത്രമല്ല വിവിധ ജില്ലകളിൽ അതിൻ്റെ ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കാനും നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് പ്രസന്ന, ഡൽഹി ജനസംസ്കൃതിയുടെ മുൻ പ്രസിഡൻ്റാണ്. 1980 മുതൽ ഡൽഹിയിൽ തുടങ്ങിയ ഈ പുരോഗമന സാംസ്കാരിക സംഘടന ഇപ്പോൾ 2026 നിർത്തി നിൽക്കുമ്പോൾ ഡൽഹിയിലെ ഏറ്റവും മികച്ച മലയാളി കൂട്ടായ്മ എന്നല്ല, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നാടക പ്രവർത്തനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങളൊക്കെ തൻ്റേതായ ഇടം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന. അപ്പോൾ അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരാണ് നമ്മളെല്ലാവരും. ഡൽഹിയിൽ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് കേരളത്തിലേക്ക് താമസം മാറ്റിയ നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പ്രവർത്തന പരിചയം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, കേരള സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിൽ എന്തൊക്കെ തരം ഇടപെടലുകൾ നടത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു ജനസംസ്കൃതി കേരളത്തിൻ്റെ പ്രഥമ കൂട്ടായ്മ നടക്കുന്നത്. തീർച്ചയായും നമ്മളെല്ലാവരും കേരളത്തിലെ മണ്ഡലങ്ങൾ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ജനസംസ്കൃതിയുടെ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് നമുക്ക് എന്തൊക്കെ തരം ഇടപെടലുകൾ നടത്താം, അതിൻ്റെ ഒരു ആശയങ്ങളും ഒരു രൂപരേഖയും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഡൽഹി പ്രവാസികളുടെ, ഡൽഹിയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ജനസംസ്കൃതിയുടെ മുൻകാല പ്രവർത്തകരാണ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലുമുള്ള, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ള മുൻകാല പ്രവർത്തകരുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 1980 മുതൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പഴയ പ്രവർത്തകരൊക്കെ ഡൽഹി മതിയാക്കി ശിഷ്ടകാലം സ്വന്തം സ്വദേശത്ത് ജീവിക്കാൻ വേണ്ടി വന്നവർ ഞങ്ങളുടെ ആ പഴയ മുൻകാല ജനസംസ്കൃതി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നുണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാസാംസ്കാരിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ ജനസംസ്കൃതി പ്രവർത്തകർക്ക് കേരളത്തിലെ
ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാനും ഭാവി പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് ആലോചിക്കാനുമൊക്കെ വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മയാണ് ഇന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഒരു ദേശീയ കാഴ്ചപ്പാടിൽ നമുക്ക് എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ്. താങ്ക് യു. എൻ്റെ പേര് MG രാജഗോപാലൻ. ഞാൻ 39 വർഷം ഡൽഹി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച്. എൻ്റെ പേര് ശശിധരക്കുറുപ്പ്. ഞാൻ ജനസംസ്കൃതിയുടെ ഫരീദാബാദ് ഡൽഹി മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ടൊരു 8 വർഷത്തിന് മുകളായി. ഇവിടെ വന്ന് ജനസംസ്കൃതിയുടെ ഒരു വിങ് കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അതിൽ ഇനിയും ഫരീദാബാദിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇതിൽ ചേരണമെന്നും ഈ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തനം നടത്തണമെന്നും നമ്മുടെ സംഘടനാ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെത്തി പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഡൽഹിയിലെത്തിയതിന് ശേഷം ഏകദേശം 84 ഡൽഹിയിലെത്തി. 85 തൊട്ട് ഡൽഹിയിലെ പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനമായ ജനസാംസ്കൃതിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ആയി തോന്നിയിരുന്നത്, കേരളത്തിൽ ഇങ്ങനെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ അതിന് അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ഒരു അനുഭവം, കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് നമുക്ക് പ്രവർത്തിക്കാൻ സമയമില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ടോ, ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടിൽ വന്ന് അടുത്ത ദിവസം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ലൈബ്രറിയായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇന്ന് അതിൻ്റെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പറാണ്. അതുപോലെ നാട്ടിലെ പാലിയേറ്റീവ് രംഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവിൻ്റെ സജീവ പ്രവർത്തകനാണ്. അതേപോലെ കർഷക സംഘമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷക സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനാണ്. അങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് സാമൂഹ്യമായും സാംസ്കാരികമായും ഇടപെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മളത് വേണ്ടത്ര വിനിയോഗിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ആർക്കും തന്നെ അങ്ങനെ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് പുതുതലമുറയിലുള്ള ആളുകൾ ഇത്തരം സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വരാൻ, രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതുതായി പ്രവാസികളായി തിരിച്ചു വരുന്നവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തണം. ജനസാംസ്കൃതിയെ പോലെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ആളുകൾ ഇത്തരം കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ജനസാംസ്കൃതിയുടെ കേരള ഘടകം എന്ന തരത്തിൽ രൂപീകരിക്കുന്ന സംഘടനയുമായി പൊതുവായുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. ജനസാംസ്കൃതിയുടെ ഈ കൂട്ടായ്മ ഇന്നിപ്പോൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ഈ കൂട്ടായ്മ സ്വാഭാവികമായി നമ്മുടെ ഡൽഹിയിൽ നിന്നോ മറ്റു കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ കേരളത്തിന് പുറത്തു നിന്ന് ഇന്ത്യക്ക് വെളിയിൽ നിന്നോ വരുന്ന ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഗൈഡൻസ് വഴി നമുക്ക് ഏത് പ്രദേശത്താണ് ഏത് സംഘടനയായി പ്രവർത്തിക്കാൻ കഴിയും, ഏതൊക്കെ സംഘടനകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് കൂടി നമുക്ക് വലിയൊരു ആനുകൂല്യമായി നിൽക്കുകയാണ്.